ആക്ടിങ് പാഷൻ തുടങ്ങിയത് 7ാം ക്ലാസ് മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ എങ്ങനെ എത്തണം എന്നുള്ളൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ 7ാം ക്ലാസ് കഴിഞ്ഞ് സ്കൂൾ മാറിയപ്പോഴാണ് അവിടെയാണ് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. അങ്ങനെ അവിടുത്തെ നാടകങ്ങൾ കാണുന്നു, അവിടുത്തെ അതിന് സെലക്ഷന് പോണു. സെലക്ട് ആവും പക്ഷെ പോകാൻ പറ്റില്ല. അങ്ങനെ പോകാൻ പറ്റാഞ്ഞത് വീട്ടിലെല്ലാരും പഠിക്കുക കലോത്സവം പരിപാടിക്കൊന്നും ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, പഠിപ്പ് മതി എന്നുള്ളൊരു ഇതായിരുന്നു. കാരണം അവർക്കറിയാം ഞാൻ വേറൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമായിരിക്കും, സൈറ്റിലുള്ള പഠിപ്പൊക്കെ വിടും. അങ്ങനെ 10th ഗ്രേസ് മാർക്ക് കിട്ടുന്നുള്ളൊരു സാധനം കൊണ്ട് തന്നെ വിട്ടായിരുന്നു. അങ്ങനെ പോയി നാടകത്തിനൊക്കെ പോയി ഭയങ്കര അപ്പോഴാണ് ഇൻട്രസ്റ്റ് ആവുന്നത്. അങ്ങനെ നാടകം ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ചും കൂടെ എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ പിന്നെ പറയാൻ നാണക്കേടായിരുന്നു, ഇങ്ങനെ അഭിനയിക്കാൻ താല്പര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കളിയാക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ പറയാൻ ഭയങ്കര നാണക്കേടായിരുന്നു. അങ്ങനെ പയ്യെ മോഡലിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങി, ക്യാമറ പേടിയും കാര്യങ്ങളൊക്കെ മാറ്റി അങ്ങനെ പയ്യെ ഓഡീഷനും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ട്രിവാൻഡ്രത്താ പഠിക്കണം, കോളേജ് ട്രിവാൻഡ്രത്ത്. അപ്പം ഓഡീഷനൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ വരെ വരും, കൊച്ചിയിലോട്ട് വരും. അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഓഡീഷൻ ആയിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി കിട്ടിയ. അങ്ങനെ അതിൽ പോണു. അപ്പം അത് കിട്ടിക്കഴിഞ്ഞപ്പോ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആയി. അത് ചെയ്ത് കഴിഞ്ഞപ്പോ എല്ലാവരും നല്ല അഭിപ്രായം പറയണു. അങ്ങനെ ഇനിയും പോണം എന്നുള്ള ഓഡീഷൻസിന് കുറെ അറ്റൻഡ് ചെയ്തു. അങ്ങനെ കുറെ ഒന്നും കിട്ടിയില്ല. അങ്ങനെ പ്രതീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മുടെ വാഴയുടെ ഓഡീഷൻ വരുന്നത്. അങ്ങനെ അതിന് പോണു. അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഈ വാഴ 2 ഒരു ഓഡീഷനിലേക്ക് എങ്ങനെയാണ് എത്തിയത്? വാഴ 2 ഓഡീഷൻ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറെ ഓഡീഷൻസിന് മുന്നേ പോയി, എനിക്ക് അതിനൊന്നും കിട്ടുന്നില്ല. അപ്പം മൊത്തത്തില് പ്രതീക്ഷയൊക്കെ പോയിരിക്കുകയാണ്, ഈ ഓഡീഷനൊന്നും പോയിട്ട് കാര്യമില്ല, കിട്ടില്ല എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ എല്ലാവരുടെ അടുത്ത് 2-3 പേര് അവിടെ നിന്ന് ഇവിടെ നിന്ന് എനിക്കായിട്ട് കാസ്റ്റിംഗ് ഇത് അയച്ചു തരുന്നുണ്ട്. പിന്നെ എനിക്ക് മുന്നേ അറിയുന്ന മൂവിയിലുള്ള ചേട്ടനൊക്കെ അയച്ചു തന്നു. അപ്പോൾ പിന്നെ പോയി നോക്കാം എന്നുള്ളൊരു മൈൻഡായി. അങ്ങനെ പോയി ഓഡീഷന് പോയി അറ്റൻഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അറ്റൻഡ് ചെയ്തപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഫുള്ള് കുഞ്ഞു പിള്ളേരാ. ഞാൻ വിചാരിച്ചു ഓഡീഷന് പോയപ്പോ ഉണ്ടായിരുന്നത് ഫുള്ള് കുഞ്ഞു പിള്ളേരാ. അപ്പം ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു പോയി, ഇതെന്താ തെറ്റി വിളിച്ചായിരിക്കും എന്നുള്ളത്. പിന്നെ അങ്ങനെ ഓഡീഷന് പോയി അറ്റൻഡ് ചെയ്ത് അവര് 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ വിളിച്ചു, നമ്മളെ ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട് വായോ, പക്ഷെ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വർക്ക്ഷോപ്പിന് പോയി. ഇപ്പൊ പരിചയമുള്ള 2-3 പേര് ഓഡീഷൻ വെച്ച് കണ്ട ആൾക്കാരൊക്കെ നമ്മളവിടെ വെച്ച് കണ്ടു. അങ്ങനെ ഓഡീഷൻ വർക്ക്ഷോപ്പിന് നമ്മൾ സെലക്ട് ആയി എന്ന് പിന്നീട് നമ്മളടുത്ത് പറഞ്ഞു. അങ്ങനെ ക്യാരക്ടർ അറിഞ്ഞു. അങ്ങനെയാണ് വാഴയിലോട്ട് വരുന്നത്.